തൃശൂർ പുഴയ്ക്കലിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് മോഷണ ശ്രമം. ഹൈസൺ ടാറ്റ ഷോറൂമിലാണ് സംഭവം. 4 അംഗ സംഘം ജീവനക്കാരെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ മർദ്ദിച്ചു. സ്വകാര്യ ബസിൽ കൌമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പുല്ലൂറ്റ് സ്വദേശി സുരേഷിനെയാണ് ശിക്ഷിച്ചത്. മുല്ലശ്ശേരി വെങ്കിടങ്ങ് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി. ഇടിയഞ്ചിറയിലെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിക്കും. എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്രാ ദുരിതം തുടരുന്നു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാവുകയാണ് തൃശൂർ കുന്നംകുളം പാത. ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധ ഏറുന്നു. ജാഗ്രത വേണമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂരിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടു പോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കുന്നതാകണം വിദ്യാഭ്യാസ രംഗമെന്ന മന്ത്രി. തൃശൂർ നഗരത്തിലെ സ്കൂളുകളിലേക്ക് എത്തിയ കുട്ടികളെ വരവേറ്റത് വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും. കുടിവെള്ള പൈപ്പിനും ഗ്യാസ് പൈപ്പിനും വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. തൃശൂർ പുഴയ്ക്കലിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് മോഷണ ശ്രമം. 4 അംഗ സംഘം ജീവനക്കാരെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ മർദ്ദിച്ചു. ഹൈസൺ ടാറ്റ ഷോറൂമിലാണ് സംഭവം. ശനിയാഴ്ച പുലർച്ചെയാണ് കവർച്ചാ സംഘം ഷോറൂമിലെത്തിയത്. യാർഡിലെ സെക്യൂരിറ്റി ജീവനക്കാരായ മുണ്ടൂർ സ്വദേശി സുരേഷിനെയാണ് കവർച്ചാ സംഘം കെട്ടിയിട്ടത്. ഷോറൂമിന്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ സംഭവം അറിഞ്ഞിരുന്നില്ല. ഷോറൂമിന്റെ ഡോർ തകർത്തിരുന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തമിഴ് കലർന്ന മലയാളമാണ് കവർച്ച സംഘം സംസാരിച്ചതെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകി. തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സ്വകാര്യ ബസിൽ കൌമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 6 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചു. പുല്ലൂറ്റ് സ്വദേശി മുരിങ്ങത്തറ വീട്ടിൽ സുരേഷിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ഷെറിൻ ആഗ്നസ് ഫെർണാണ്ടസ് ശിക്ഷിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന മിലൻ എന്ന ബസിൽ 2021 ജൂൺ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിക്ക് കണ്ണു കാണില്ലെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം തെളിയിക്കാൻ സാധിച്ചില്ല. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. മുല്ലശ്ശേരി വെങ്കിടങ്ങ് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്നു. തണ്ണീർക്കായൽ മേഖലയിലും തിരുനെല്ലൂർ പാടം മേഖലയിലും നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ മുൻവശത്തും പുറകുവശത്തും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA പ്രമേയം വഴി ഈ വിഷയം അവതരിപ്പിക്കുകയും പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെയായും ബണ്ട് പൂർണ്ണമായും നീക്കം ചെയ്യാതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് യോഗം വിലയിരുത്തി. അടിയന്തരമായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ബണ്ട് പൊട്ടിച്ചു തുടങ്ങണമെന്നും ആവശ്യമായ യന്ത്രസാമഗ്രികൾ ഉടൻ തന്നെ എത്തിക്കുമെന്നും MLA പറഞ്ഞു. ഇത് പൊട്ടിക്കാൻ ആവശ്യമായ ഒരു യന്ത്രത്തിൻ്റെ അപര്യാപ്തത വളരെ ഉണ്ടായിരുന്നു. കാർഷിക സർവകലാശാലയുടെ ഒരു ഡ്രഡ്ജർ ഇന്ന് രാത്രി ഇവിടെ എത്തും. അത് കൊണ്ടുവരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. പകൽ സമയത്തൊന്നും റൂട്ട് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമല്ല. വാഹന ഗതാഗത തടസ്സം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാത്രി അത് സഞ്ചരിച്ച് നാളെ പുലർച്ചെയാകുമ്പോഴേക്കും ഈ സൈറ്റിലെത്തും. അപ്പോൾ ആ ബണ്ട് പൊട്ടിച്ച് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നാളെ കഴിയുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ. താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വെങ്കിടങ്ങ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനേഷ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV പാവറട്ടി. എടത്തിരുത്തി പഞ്ചായത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. 3 ദിവസം നിർത്താതെ പെയ്ത മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ട എടത്തിരുത്തി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ പപ്പടം നഗർ, ചന്ദ്രാപിന്നി മേഖലകളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. 50ഓളം വീടുകളാണ് വെള്ളക്കെട്ട് മൂലം ഈ പ്രദേശങ്ങളിൽ ദുരിതമനുഭവിക്കുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തോടുകൾ നികത്തിയതും വേണ്ടത്ര രീതിയിൽ ഡ്രൈനേജ് സംവിധാനത്തിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതും നിലവിലുള്ള തോടുകൾ അടഞ്ഞുകിടക്കുന്നതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയാക്കിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി.
വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സ്ഥിര സംവിധാനം ഒരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തോടുകൾ വൃത്തിയാക്കുവാനും NHAI ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധ ഏറുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴക്കാലമെത്തിയതോടെ പകർച്ചവ്യാധികളും ഏറുകയാണ്. കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമായ ഹെപ്പറ്റൈറ്റിസ് A, E എന്നിവ ബാധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. പനി, തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കണമെന്നും പഴകിയ ഭക്ഷണം ഒഴിവാക്കണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കടകളിൽ നിന്നും കഴിക്കുന്ന ജ്യൂസ്, സർബത്ത് തുടങ്ങിയ ശീതളപാനീയങ്ങൾ ശുദ്ധജലത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഹോട്ടലുകളിലും മറ്റു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും പച്ചവെള്ളത്തിൽ ചൂടുവെള്ളം കലർത്താതെ പൂർണ്ണമായും തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം വിതരണം ചെയ്യണം. രോഗബാധ കണ്ടെത്തിയാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വികാരങ്ങൾ കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന വിശാലമായ മനസ്സ് കേരളത്തിന്റെ പുതിയ തലമുറയ്ക്കുണ്ടാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കുന്നതാകണം വിദ്യാഭ്യാസ രംഗമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കാവുന്നതാകണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. പുതിയ തലമുറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടുള്ള വേടന് വ്യക്തിപരമായ വിധത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അയാളത് മാറ്റാൻ നിർബന്ധമായിട്ടും നമ്മൾ ഉപദേശിക്കണം, അത് അയാൾ ചെയ്യുകയും ചെയ്യണം. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കലാകാരനെ വിരല് ചൂണ്ടി പാട്ട് നിർത്തിക്കലല്ല, അയാളോടൊപ്പം പാടലും അയാളെ പാടാൻ പ്രേരിപ്പിക്കലുമാണ് പുതിയ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് നാം തിരിച്ചറിവ് ഉണ്ടാകണം. മുഴുവൻ വിദ്യാലയങ്ങളിലും ലഹരിക്കെതിരെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെയുള്ള നാടകങ്ങളും സെമിനാറുകളും ചർച്ചകളും നടത്തണം. മൊബൈൽ ഫോണിനെ കുറിച്ച് പഠിപ്പിക്കുകയല്ല, അത്തരം ഉപകരണങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ട വിവേചന ബുദ്ധി കുട്ടികളെ ബോധ്യപ്പെടുത്തണം. വിദ്യാഭ്യാസം കേവലം പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ഒരു അടിത്തറയല്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ വിവേകത്തോടെയും വിവരത്തോടെയും വിജ്ഞാനത്തോടെയും ഇടപെടാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ധാരണയാണ് എന്ന് തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു. നിലനിൽക്കുന്ന സിലബസിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ ആരംഭിച്ചാൽ തുടങ്ങുന്ന 7 പ്രവൃത്തി ദിനങ്ങൾ 7 വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസം കേവലം പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ഒരടിത്തറയല്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ വിവേകത്തോടെയും വിവരത്തോടെയും വിജ്ഞാനത്തോടെയും വിവേചനത്തോടെയും ഇടപെടാൻ കഴിയുന്ന, വിവേചനരഹിതമായി ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ ധാരണയാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ,
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, DEO നന്ദകുമാർ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരുന്നു. ജനപ്രതിനിധികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. നമ്മൾ ഭയപ്പെടുന്ന ലഹരിയെ നമ്മൾ ഒന്നു ചേർന്ന് തുരത്തണമെന്നും ലഹരിക്കടിമപ്പെട്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ മാതാപിതാക്കൾ നല്ലതുപോലെ ഇടപെടണമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം URC തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവവും SDC പ്രവേശനോത്സവവും ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. മാതാപിതാക്കൾ കുട്ടികളുടെ ബാഗുകൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. കുട്ടികൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ലഹരിക്ക് അടിമയാകാതെ മുന്നോട്ടു പോകുമെന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുക്കണമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വർഗീസ് ജോസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, HSS വിഭാഗം പ്രിൻസിപ്പൽ KR സ്മിത, തൃശൂർ URCയിലെ CP ജെയ്സൺ, LP വിഭാഗം HM ഷാൻഡി ജോസ്, PTA പ്രസിഡന്റുമാരായ രേഷ്മ മനീഷ് കുമാർ, അഖില രഞ്ജിത്ത്, ശീതൽ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. 1200-ൽ 1200 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ മേയർ ഉപഹാരം നൽകി അനുമോദിച്ചു. STC കോഴ്സുകളുടെയും റോബോട്ടിക്സിന്റെയും ഉദ്ഘാടനവും നടന്നു. TCV ന്യൂസ് തൃശൂർ. ഒന്നിച്ച് പിറന്നവർക്ക് ഇനി ഒറ്റക്കുട കീഴിൽ കളിയും ചിരിയും പഠനവുമായി ഒന്നിച്ചു പോകാം. 4ാം പിറന്നാൾ ദിനത്തിലാണ് അറിവിന്റെ ആദ്യാക്ഷരം തേടി മൂവർ സംഘം വിദ്യാലയത്തിലെത്തിയത്. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിക്ക് സമീപം താമസിക്കുന്ന ചിറയത്ത് സിജോയുടെയും ബെൻസിയുടെയും 3 മക്കളാണ് ബെന്നറ്റ്, ജോഹാൻ, ജേസ് എന്നിവർ. 1 ജൂൺ 2-നായിരുന്നു 3 പേരുടെയും ജനനം. ബെൻസിക്ക് ഒറ്റപ്രസവത്തിൽ പിറന്ന ഈ മൂവർ സംഘം 4 വയസ്സായതോടെ LKGയിൽ പ്രവേശനം നേടി. പുതിയ യൂണിഫോം ധരിച്ച് പുത്തൻ ബാഗും കുടയുമായി പുഞ്ചിരിച്ചും കൈകൊട്ടിയും ഏറെ ആഹ്ലാദത്തോടെ മൂവരും ഒന്നിച്ച് പാടൂർ വാണിവിലാസം സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. സിജോ ഒമാനിൽ കപ്പലിൽ ജീവനക്കാരനാണ്. ഭാര്യ ബെൻസി നാട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നു. TCV പാവർട്ടി. ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലെത്തി. പുറനാട്ടുകര പ്രവീൺ കുമാർ അർച്ചന ദമ്പതികളുടെ മക്കളായ ആരാധന, അനുഗ്രഹ, അനന്യ എന്നിവരാണ് ഒരുമിച്ച് 1ാം ക്ലാസ്സിലെത്തിയത്. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശിച്ച കുരുന്നുകളെ അധ്യാപകർ സ്വീകരിച്ചു. മധ്യവേനലവധിക്ക് ശേഷം സ്കൂളിലേക്കെത്തിയ കുട്ടികളെ വരവേറ്റത് സ്കൂൾ പരിസരത്തെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും. തൃശൂർ നഗരത്തിലുള്ള വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോർപ്പറേഷൻ വക പണി കിട്ടിയത്. റോഡ് വെട്ടിപ്പൊളിച്ചിട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് വിദ്യാർത്ഥികൾക്ക് ദുരിതമായത്. പീച്ചിയിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലെ കുടിവെള്ള സംഭരണിയിലേക്കുള്ള പുതിയ പൈപ്പും ഗ്യാസ് പൈപ്പും സ്ഥാപിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് വിദ്യാർത്ഥികളടക്കമുള്ളവരെ വലച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ, സെന്റ് മേരീസ് കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ, ശക്തൻ തമ്പുരാൻ കോളേജ് തുടങ്ങിയ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വാഹന ഡ്രൈവർമാരുമെല്ലാം തകർന്നു കിടക്കുന്ന റോഡിൽ കുടുങ്ങി. മഴക്കാലത്തിനു മുമ്പേ ചെയ്തു തീർക്കേണ്ട പൈപ്പിടൽ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. മൈലിപ്പാടം ഈസ്റ്റ് പൈപ്പ് ലൈൻ മുതൽ രാമവർമ്മ പാർക്കിന് സമീപം സ്വരാജ് റൗണ്ട് അടക്കം വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടി മെറ്റലിട്ടതല്ലാതെ റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. മഴ പെയ്തതോടെ മെറ്റലുകൾ ഇളകി റോഡിലൂടെ ചിതറിക്കിടക്കുന്നതിനാൽ വാഹനയാത്രികരും കാൽനടയാത്രികരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ഇതോടൊപ്പം സ്കൂൾ പരിസരങ്ങളിലെ നടപ്പാതകൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞും സ്ലാബുകൾ തകർന്നും കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. 2 ദിവസമായി മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും തകർന്നു കിടക്കുന്ന ഈ റോഡുകൾ ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. TCV തൃശൂർ. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഷെഡിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ നിലനിർത്താൻ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി.
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ വൻ തുകകൾ കൈപ്പറ്റി ഇത്തരത്തിലുള്ള വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് നൽകുന്നതെന്ന് ആരോപണമുണ്ട്. അപകടാവസ്ഥ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ള 271 കെട്ടിടങ്ങളുടെ പട്ടിക കളക്ടർക്ക് കൈമാറി. ഈ പട്ടികയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവ് സമ്പാദിച്ച് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ നടപടിയെടുക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ സ്ഥലം പോലും പരിശോധിക്കാതെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷൻ അതിർത്തിയിൽ 271 കെട്ടിടങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഇവ പൊളിച്ചു നീക്കുവാൻ കൌൺസിൽ അനുമതി നൽകിയിരുന്നു. എന്നിട്ടും മേയറും LDF ഭരണസമിതിയും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും രാജൻ ജെ പല്ലൻ ആരോപിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കുന്നംകുളം വടുതല ഏരുകുളത്തിന്റെ ശിലാഫലകം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. കുളത്തിന്റെ കൈവരിയിൽ സ്ഥാപിച്ച ശിലാഫലകം ചവിട്ടുപടിയിലേക്ക് മറിച്ചിട്ട് തകർത്ത നിലയിലാണ്. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ളതാണ് ഏരുകുളം. AC മൊയ്തീൻ മന്ത്രിയായിരിക്കെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ കൈവരികൾ നിർമ്മിച്ചത്. ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച ശിലാഫലകമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, PK ഷബീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സഹദിന്റെയും സിയ പവലിന്റെയും ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. 2023 ഫെബ്രുവരിയിലാണ് ഇവർക്ക് കുഞ്ഞ് ജനിക്കുന്നതും രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായി മാറുന്നതും. മലയ്ക്കപ്പാറ റോഡിൽ ആനക്കയത്ത് കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കളാണ് ആനക്കയം വളവിൽ ആനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ടത്. ഭയന്നു വിറച്ച ഇവർ ബൈക്ക് റോഡിലിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചിഹ്നം വിളിച്ചു നിന്ന ആനകൾ റോഡിൽ കിടന്ന ഇവരുടെ ഹെൽമറ്റ് ചവിട്ടിപ്പൊളിച്ചു. വാഹനങ്ങൾ ഹോണടിച്ച് ആനകളെ തുരത്തുകയായിരുന്നു. ഇനി TCV സെഗ്മെന്റ് പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ. ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെയും പിടിവീഴും. സ്കൂളുകൾ തുറന്നതോടെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. കൂടാതെ കൺസെഷൻ അനുവദിക്കാത്ത ബസ്സുകൾക്കെതിരെയും അമിതവേഗതയിൽ പായുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള CF ടെസ്റ്റ് വന്നിട്ടുള്ള വാഹനങ്ങളെ ഒഴിവാക്കി
മറ്റു വരാത്ത EIB വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തത്. 62ഓളം വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 7 വാഹനങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും റോഡ് വർത്തിനെസ് ഇല്ലാത്തതിൻ്റെ പേരിൽ വാഹനങ്ങളെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അത്തരം വാഹനങ്ങൾ 7-ാം ബുധനാഴ്ച പരിശോധിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 300ഓളം സ്കൂൾ വാഹനങ്ങളുണ്ട്. അതിൽ ഇനിയും വാഹനങ്ങൾ വരാനുണ്ട്. മഴ കാരണം പല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ തുടർന്ന ദിവസങ്ങളിൽ CFന് വരുന്ന വാഹനങ്ങളും ഇതിൽ ഉൾപ്പെടും. നിയമാനുസൃതമായിട്ട് കൺസെഷൻ അനുവദിക്കേണ്ട കുട്ടികൾക്ക് അത് അനുവദിക്കാതിരിക്കുകയും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കയറ്റാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞ നിറം പൂശിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടോ, വൃത്തി, ബസ്സുകളുടെ ഫിറ്റ്നസ്, യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിൻ്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, GPS കാലപ്പഴക്കം തുടങ്ങിയവയും കർശനമായി പരിശോധിക്കുന്നുണ്ട്. ജില്ലയിൽ 300ഓളം സ്കൂൾ ബസ്സുകൾ ഉണ്ടെങ്കിലും ശക്തമായ മഴ മൂലം പല ബസ്സുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുകയും കൺസെഷൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. കള്ളുഷാപ്പ് മാനേജരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ വേലുമാൻപടി സ്വദേശി വിഷ്ണുവിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പാട് മുനയം കള്ളുഷാപ്പിലെ മാനേജർ അമ്മാടം സ്വദേശി കുളങ്ങര പ്ലാവിൻകൂടൻ വീട്ടിൽ ബിൻഡോയെ ഷാപ്പിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർമാരായ സുബിൻ തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കഥ മുതൽ കഥ വരെ എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. സമകാലീന നോവൽ സാഹിത്യ ചിന്തകളും സംവാദവും നോവലിസ്റ്റ് MD രത്നമ്മ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ഡോക്ടർ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റുകളായ ശ്രീലത, സുനിത വിൽസൺ, IK മോഹനൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, ട്രഷറർ P. വിനോദ്, സാഹിതി സാംസ്കാരിക കേന്ദ്രം കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്രാ ദുരിതം തുടരുന്നു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാവുകയാണ് തൃശൂർ കുന്നംകുളം പാത. ദീർഘവീക്ഷണമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജനത്തെ ഇത്രത്തോളം ദുരിതത്തിലെത്തിച്ചത്. പാതി വഴി തുറന്നും അടച്ചും ചിലയിടങ്ങളിൽ പൂർണ്ണമായും അടച്ചുകെട്ടിയുമുള്ള ഗതാഗത നിയന്ത്രണം ഒട്ടൊന്നുമല്ല തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. പൂങ്കുന്നം മുതൽ ചൂണ്ടൽ വരെ ചിലയിടങ്ങളിൽ മാത്രമേ റോഡ് എന്ന് വിളിക്കാനാവൂ. ബാക്കി പാതയിൽ ഓഫ് റോഡിലൂടെ എന്ന വണ്ണം വേണം സഞ്ചരിക്കാൻ. മുതുവറയിലും പുഴയ്ക്കൽ പാലത്തിലും ഒറ്റവരിപ്പാതയാണ്. പൂങ്കുന്നത്ത് 2 പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെയും ഒരു വരി ഗതാഗതം മാത്രം. പുഴയ്ക്കലിൽ കെട്ടിക്കിടക്കുന്ന ചെളിയിലൂടെ വേണം ഏറെ ദൂരം സഞ്ചരിക്കാൻ. അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഉത്തമോദാഹരണമാണ് തൃശൂർ കുന്നംകുളം പാതയിലെ നവീകരണം. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ സംസ്ഥാനപാത റീബിൽഡ് കേരള പദ്ധതി പ്രകാരമാണ് നവീകരിക്കാൻ തീരുമാനിച്ചത്. 2023 സെപ്റ്റംബർ വരെയായിരുന്നു കരാർ കാലാവധി. എന്നാൽ അധികൃതരുടെ പിടിപ്പുകേട് മൂലം നവീകരണ പ്രവൃത്തികൾ വർഷങ്ങൾ നീളുകയാണ്. മഴക്കാലത്തിനു മുമ്പായി റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിൽ യാത്രാ ദുരിതം കുറയ്ക്കാമായിരുന്നു. പൂങ്കുന്നം മുതൽ ചൂണ്ടൽ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിന് നിലവിൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ച് അധികാരികളുടെ പിടിപ്പുകേടിന്റെ ഉദാഹരണമായി മാറുകയാണ് തൃശൂർ കുന്നംകുളം പാത. TCV തൃശൂർ. തൃശൂർ കണ്ടശാങ്കടവ് ആസ്ഥാനമായി കഴിഞ്ഞ 68 വർഷമായി കേരളത്തിലെ ധനകാര്യ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്ന NTC ഗ്രൂപ്പിന്റെ സാമൂഹിക സേവന വിഭാഗമായ TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന
കോർപ്പറേഷൻ തല പ്രവേശനോത്സവത്തിലാണ് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വർഗീസ് ജോസ് ടി പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ബാഗുകൾ, നോട്ട്ബുക്കുകൾ, കുട, പെൻസിൽ ബോക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 100ഓളം ശാഖകളുള്ള NTC ഗ്രൂപ്പ് നിരവധി ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. NTC ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തന മേഖലകൾ ബിസിനസ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയവയാണ്. കൂടാതെ ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ ടൂർ പാക്കേജുകളും എയർ, ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള സേവനങ്ങളും ഉത്തരവാദിത്വത്തോടെ നൽകി വരുന്നു. അന്തിക്കാട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. അന്തിക്കാട് സ്വദേശി പാണപ്പറമ്പിൽ വീട്ടിൽ അനന്തുവാണ് അറസ്റ്റിലായത്. ഊരകം ഞെരുവശ്ശേരി സ്വദേശി മൂർക്കത്ത് വീട്ടിൽ പ്രണവിന് നൽകിയ പോമറേനിയൻ ഡോഗ് ചത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,676 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പുഴയ്ക്കലിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് മോഷണശ്രമം. ഹൈസൺ ടാറ്റ ഷോറൂമിലാണ് സംഭവം. 4 സംഘം ജീവനക്കാരെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ മർദ്ദിച്ചു. സ്വകാര്യ ബസ്സിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പുല്ലൂറ്റ് സ്വദേശി സുരേഷിനെയാണ് ശിക്ഷിച്ചത്. മുല്ലശ്ശേരി വെങ്കിടങ്ങ് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി. ഇടിയഞ്ചിറയിലെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിക്കും. MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്രാ ദുരിതം തുടരുന്നു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാവുകയാണ് തൃശൂർ കുന്നംകുളം പാത. ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധ ഏറുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂരിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടു പോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കുന്നതാകണം വിദ്യാഭ്യാസ രംഗമെന്ന് മന്ത്രി. തൃശൂർ നഗരത്തിലെ സ്കൂളുകളിലേക്ക് എത്തിയ കുട്ടികളെ വരവേറ്റത് വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും. കുടിവെള്ള പൈപ്പിനും ഗ്യാസ് പൈപ്പിനും വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.